വെൽക്കം ബാക്ക് ടു ഐ സ്പൈസി ഡിലൈറ്റ്സ്. ഒരു അടിപൊളി ക്രിസ്മസ് സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. ബീഫ് വരട്ടിയത് നല്ല വെളിച്ചെണ്ണയിൽ ഇങ്ങനെ വരട്ടിയെടുത്ത ബീഫ്, അതിൽ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് കുരുമുളകും ഒക്കെ ചേർത്ത് നന്നായിട്ട് വരട്ടിയെടുത്ത നല്ല അടിപൊളി ബീഫ് വരട്ടിയത്. ഇപ്പോൾ പറയുമ്പോൾ പോലെ എനിക്ക് നാവിൽ വെള്ളം ഊറിയിട്ട് പോയി, കാരണം അത്രയ്ക്ക് നല്ല കിഡിലൻ ടേസ്റ്റിലായിരുന്നു ഈ ഒരു ബീഫ് വരട്ടിയത് തയ്യാറാക്കിയത്. ഇപ്രാവശ്യത്തെ ക്രിസ്മസിന് നിങ്ങൾ ഈ ഒരു രീതിയിൽ ബീഫ് വരട്ടി ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ. ഒരു അടിപൊളി ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, മസ്റ്റ് ട്രൈ ഐറ്റമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ബീഫ് വരട്ടിയെ തയ്യാറാക്കിയാലോ. വാ. കടായി അടുപ്പത്ത് വയ്ക്കാം. കടായി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉലുവയും 1/2 ടീസ്പൂൺ പെരിഞ്ചീരകവും ഇട്ട് പൊട്ടിക്കാം. 3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് പൊട്ടി വരുമ്പോൾ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിലേറെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 10 ചെറിയുള്ളിയും എരിവിനാവശ്യമായ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഇത് ഒരുപാട് ബ്രൗൺ കളർ ആവുമൊന്നും വേണ്ട, എന്നാൽ ബ്രൗൺ കളർ ആവും വേണം. ആ ഒരു ലെവലിൽ മൂപ്പിച്ചെടുക്കുക. ഇതാണ് പരുവെന്ന് പറയുന്നത്. ഒരുപാട് ബ്രൗൺ കളർ ആയിട്ടില്ല, എന്നാൽ ഏകദേശം ചെറിയ രീതിയിലൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, കാശ്മീരി മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, പിന്നെ കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ. ഇതിൽ കുരുമുളക് പൊടിയാണ് ഒരുപാട് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ കുരുമുളക് പൊടി നമ്മൾ ഇനി അവസാനം ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ തൽക്കാലത്തേക്ക് 1 ടേബിൾ സ്പൂൺ ഇട്ടാൽ മതി. ഇനി ഇതിൻ്റെ പച്ചമണം മറന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ മസാലയുടെ പച്ചമക്കുത്തൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് ബീഫ് വേവാൻ പാകത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിൽ ബീഫ് വേവിച്ചതിന് ശേഷം ഇതിലേക്ക് ഇടാവുന്നതാണ്, ഇല്ലെങ്കിൽ ഇതുപോലെ ചെയ്യാവുന്നതാണ് കേട്ടോ. രണ്ടും ചെയ്യാം. ഇനി നമുക്കിത് മൂടി വെച്ച് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം, വെന്തിട്ടുണ്ടോ നോക്കാം. വെന്തിട്ടില്ലെങ്കിൽ ഒന്നും കൂടി മൂടി വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് കുറച്ചും കൂടി വേവാവാനുണ്ട്, മൊത്തം കുക്കായിട്ടില്ല. അപ്പോൾ ഒന്നും കൂടി ഞാൻ മൂടി വെച്ച് കുക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. മൂടി തുറക്കുമ്പോൾ കിട്ടുന്ന ഒരു സ്മെല്ലുണ്ടല്ലോ, നമ്മുടെ വെളിച്ചെണ്ണയുടെയും തേങ്ങാക്കൊത്തിൻ്റെയും പച്ചമുളകിൻ്റെയും പിന്നെ മസാലയുടെയും എല്ലാ ഫ്ലേവറിൻ്റെയും സ്മെല്ലും ഇങ്ങനെ കറക്റ്റ് നമുക്ക് കിട്ടുക. അപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബീഫ് നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. നമുക്കിതിൻ്റെ ഗ്രേവി മൊത്തം വറ്റിച്ചെടുത്ത് ഇതൊരു ബ്ലാക്ക് കളറിലേക്ക് ഇങ്ങനെ നമ്മൾ വരട്ടി കൊണ്ടുവരണം. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കണം കേട്ടോ. ആ ഒരു ബ്ലാക്ക് കളർ വരുന്ന വരെ വരട്ടിയെടുക്കണം. ഇതുപോലെ വെളിച്ചെണ്ണയും കുരുമുളക് പൊടിയും ചേർത്തിട്ട് ഈ ഒരു പരുവത്തിൽ നമുക്കിങ്ങനെ വരട്ടിയെടുക്കണം കേട്ടോ. വരട്ടി ഇതുപോലെ ബ്ലാക്ക് കളറിൽ വരണം. ഇതാണ് ഇതിൻ്റെ പരുവെന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ മസാല എല്ലാം ബീഫിലേക്ക് പിടിക്കുകയും ചെയ്യും. ബീഫ് നല്ല പോലെ വെന്ത് നല്ല ജ്യൂസി ആയിട്ട് കിട്ടും. അപ്പോൾ വളരെ സിമ്പിളായി തയ്യാറാക്കാൻ പറ്റിയൊരു അടിപൊളി ക്രിസ്മസ് സ്പെഷ്യൽ റെസിപ്പിയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അല്ലേ, സിമ്പിളല്ലേ? നിങ്ങൾ പറയാം, സിമ്പിളല്ലേ? പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റില്ല, ഒരുപാട് ബഹളങ്ങളൊന്നും ഇല്ലാതെ, എന്നാൽ വളരെ കുറച്ച് മസാലകൾ വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് തയ്യാറാക്കാൻ പറ്റിയ വളരെ ഈസി പീസി ആയിട്ടുള്ള ബീഫ് വരട്ടിയ റെസിപ്പിയാണ്. മസ്റ്റ് ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്കും ഷെയറും, അതുപോലെ നിങ്ങളിത് ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടി കമൻസിലൂടെ പറയണം കേട്ടോ. അപ്പോൾ ചാനൽ ആദ്യമേ കാണുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ഈസി പീസി റെസിപ്പികൾ കിട്ടാൻ വേണ്ടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. കൂടെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ച് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.